ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മൈക്രോ ഗ്രീൻസ് കൊണ്ടിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറിൻ്റെ ഇലകളാണ്. ചെറുപയർ മുളപ്പിച്ച് 6 ദിവസം കൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ള ഇലകളാണിവ. ഇവ കൊണ്ടിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ചെറുപയർ മാത്രമല്ല, വൻപയർ, ഉലുവ, കടുക് എല്ലാം തന്നെ ഇങ്ങനെ മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ വെച്ച് മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറുപയറിൻ്റെ ഇലയാണ് നിങ്ങളീ കാണുന്നത്. ഇതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ്. മറ്റേതൊരു ഇലവർഗ്ഗങ്ങളെക്കാളും ഈ ബേബി പ്ലാന്റ്സിന് 4 ഇരട്ടി പോഷകമൂല്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ തോരൻ ഈ ഇല കൊണ്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിതിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അരിഞ്ഞെടുത്തപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ചേർക്കേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ. പിന്നെ ഇതിന് എരിവിന് വേണ്ടത് പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പരിപ്പാണ്. പരിപ്പ് ഉപ്പ് കൂട്ടി വേവിച്ചെടുത്തിട്ടാണ്. ഒരുപാട് വെന്തുടയാൻ പാടില്ല. ഏകദേശം ഇത്രയും വെന്താൽ മതിയാവും. ഇനി വേണ്ടത് തേങ്ങയാണ്. ആവശ്യത്തിന് തേങ്ങ എടുക്കുക. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കടുകിടാം. ഇത് തോരൻ മാത്രമല്ല, മെഴുക്കുരുട്ടി ആയിട്ടും കറിയായിട്ടും നമുക്ക് വെക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയാണിത്. നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റണം. നമ്മുടെ ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നില്ല. കാരണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം പിന്നെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ തോരനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാം. ഈ ഇലകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറമാവും. ആ സമയത്താണ് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വീട്ടിൽ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണം. പരിപ്പ് ഞാൻ പകുതിയേ ചേർക്കുന്നുള്ളൂ. കാരണം ഇല കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പരിപ്പ് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒന്നുകിൽ പച്ചമുളകും ജീരകവും ചേർത്ത് ഒന്ന് ഒതുക്കി ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. എങ്ങനെ വെച്ചാലും ഇത് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൽ വെള്ളം വറ്റി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഈ തേങ്ങ കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ തോരൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പുതിയ റെസിപ്പികൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ട്രേയിൽ
നമ്മളുടെ വൻപയറോ ചെറുപയറോ എന്തെങ്കിലും മുളപ്പിച്ചെടുക്കാം. ഇത് ചകിരിച്ചോറിൽ മുളപ്പിച്ചെടുത്തതാണ്. ഇത് 6 ദിവസം പ്രായമാകുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റേജിലെത്തും. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വിഷരഹിതമായിട്ടുള്ള ഇലക്കറികൾ റെഡിയാക്കി എടുക്കാം. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഇലക്കറികൾ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.